ഒരു പുനർജന്മം. ആശാപാശങ്ങളുടെയും മോഹങ്ങളുടെയും ഈ കല്ലറയിൽ നിന്ന് മരണപ്പെട്ട് കിടക്കുന്ന എന്നെ ഞാൻ മോചിപ്പിക്കുകയാണ്. കണ്ണീരിൻ്റെയും അശാന്തിയുടെയും കറുപ്പ് വസ്ത്രങ്ങൾ മാറ്റി വെണ്മയേകുന്ന പുതുവസ്ത്രങ്ങൾ തേടി ഞാനിതാ വന്നിരിക്കുന്നു. തകർന്നു കിടക്കുന്ന ഈ നെഞ്ചിൻകൂട്ടിൽ നിന്ന് പ്രാണൻ ചിറകടിച്ച് എത്തിയത് ഈ കല്ലറയിലേക്കാണ്. ദിവസേന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് നിത്യമായ ശാന്തി ഞാൻ തേടുന്നത് ഈ കല്ലറയിലാണ്. ആദ്യ വീഴ്ചയ്ക്ക് മുൻപേ തൂവൽ കൊഴിഞ്ഞ കിളിയാണ് ഞാൻ. പൂമ്പാറ്റകളെത്തും മുൻപേ തേൻകുടം ഉടഞ്ഞുപോയ പുഷ്പമാണ് ഞാൻ. കണ്ണീരിൻ്റെ ഉപ്പുമണക്കുന്ന കല്ലറയിലേക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന സഞ്ചാരിയാണ് ഞാൻ. സൗഹൃദത്തിൻ്റെ വിഷശരങ്ങളാൽ എൻ്റെ ചിറകരിഞ്ഞപ്പോഴും ദാഹജലം തേടിയ എനിക്ക് ചുറുക്കയുടെ പാനപാത്രം നൽകിയപ്പോഴും അസ്ഥികൾ തകർന്ന് നഗ്നമായി കിടന്ന എനിക്ക് ചുറ്റിലും തട്ടകസിച്ചപ്പോഴും ഞാൻ കാമിച്ചത് തിളക്കമില്ലാത്ത ഈ കല്ലറയായിരുന്നു. തിടം പേറ്റാനുള്ള ഗജവീരൻ്റെ നെറ്റിപ്പട്ടം പോലെ ശിരോവസ്ത്രവും മുഴുഭ്രാന്തനെ തളയ്ക്കുന്ന ചങ്ങല പോലുള്ള ഈ അരക്കെട്ടും ഈ കാഷായ വസ്ത്രവും ജപമാലയുടെ മണികളും വിട്ട് എന്നെ ഞാനാക്കാൻ ആ കല്ലറയിലേക്ക് തന്നെ ഞാൻ പോകണം. സ്വന്തമെന്ന് പറയാനില്ലാത്ത കഴിഞ്ഞ 33 വർഷങ്ങളും ഏറ്റുവാങ്ങിയ മരക്കുരിശും മുൾമുടിയും നഗ്നനായുള്ള മരണവും നഷ്ടബോധമില്ലാതെ പിതാവിനെ വിശ്വസിച്ച യാത്രയും ഉയർപ്പിൻ്റെ സ്വപ്നങ്ങളുമായി എത്തിയത് ഈ കല്ലറയിലേക്കായിരുന്നു. മനുഷ്യ മനസ്സിൻ്റെ വ്യഭിചരിക്കപ്പെട്ട വെള്ളക്കച്ചകൾ കൊണ്ട് മുറിവേറ്റ ഈ ശരീരം നിങ്ങൾ പൊതിയുമ്പോഴും അവനെ ക്രൂശിക്കുക എന്ന അട്ടഹാസം മുഴക്കി നിങ്ങൾ ആഞ്ഞെടുക്കുമ്പോഴും കണ്ണീരിൻ്റെ ചെറു പുഞ്ചിരി എനിക്ക് തന്നത് ആ കല്ലറയുടെ വെളിച്ചമായിരുന്നു. ചതിയും വഞ്ചനയും കൊണ്ട് ഇനി എന്നെ മുറിവേൽപ്പിക്കാനാകില്ല. ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഇനി എന്നെ തളർത്തുകയുമില്ല. ഉയർപ്പിൻ്റെ മണമറിഞ്ഞ ശൂന്യമായ കല്ലറയിലേക്ക് നടക്കുമ്പോൾ എന്നെ കാത്തിരിക്കാൻ എൻ്റെ ഗുരുവും കൂടെ കുഞ്ഞു മാലാഖമാരും ഉണ്ടാകും.